അങ്ങനെയൊന്നുമില്ല. മാനസിക ബലമില്ലാത്തവരാണ്. ആത്മീയത നല്ല പോലെ മൂക്ക് കയറ്റിയിട്ടുള്ള ആൾക്കാരുണ്ട്. ജീവിതത്തിൽ നിരാശ വരും. അങ്ങനെ വന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞാൽ മരണം എന്നർത്ഥമൊന്നുമില്ല. അവനവൻ്റെ ആത്മാവിന് നിരക്കാത്തത് ചെയ്യുന്നതൊക്കെ ആത്മഹത്യകളാണ്. നല്ലപോലെ ഭാഗവത സപ്താഹം സ്ഥിരമായിട്ട് പറഞ്ഞിട്ട് അവസാനമാകുമ്പം ഭഗവാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച പോലെയുള്ള ആൾക്കാരെ എനിക്കറിയാം. ഇതൊക്കെ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ അങ്ങനെ കുറേ പേര്. തിരിച്ചുള്ളവരും ഉണ്ട്. ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ അവസാനം എന്തായിട്ടുണ്ട്, തിരിച്ചു വന്നവരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ നല്ലപോലെ ആഘോഷിച്ചു പോയിട്ടുള്ളവരെയും പെട്ടെന്ന് ഒരു ദിവസം ടപ്പെന്ന് അടിച്ചു പോയവരും നമ്മൾ കണ്ടു. എത്രയോ സിനിമാ നടന്മാർ കഴിഞ്ഞ കോവിഡ് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് 100-300 കോടിയുടെ എഡിറ്റിംഗ് സ്റ്റുഡിയോ ഉള്ള, മ്യൂസിക് സ്റ്റുഡിയോ ഉള്ള ലഗാൻ എന്ന് പറയുന്നതിടെയൊക്കെ മ്യൂസിക് ചെയ്തിട്ടുള്ള ആൾ ബോംബെയിൽ ആത്മഹത്യ ചെയ്തു. എന്തില്ലാത്തതുകൊണ്ടാണ്? കാശില്ലാത്തതുകൊണ്ടാണോ, പ്രസിദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ? ഇതൊന്നുമല്ല. ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർക്ക് പ്രശ്നം എന്താ വെച്ചാൽ ഒരു കാലത്ത് നല്ല ലെവലിലൊക്കെ എത്തി കുറച്ച് കഴിയുമ്പോൾ അതില്ല എന്നറിയുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. അവർക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇപ്പോഴും വിജയിച്ചിരിക്കുന്നു. ചിലരുണ്ട് ഞാൻ പറയുന്നതൊക്കെ കറക്റ്റാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ആരെങ്കിലും ഇത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ അപ്പം ദേഷ്യം വരും. അത് ഒരിക്കലും എനിക്കെതിരെ ഞാൻ പറയുന്നതൊക്കെ അങ്ങനെയാണ്, അതിന് കുറച്ച് കുഴപ്പമില്ല, അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മളൊക്കെ തോറ്റ് തുന്നമ്പാടിയിട്ടുള്ള ആളാണ് ജീവിതത്തിൽ. അതുകൊണ്ട് ആരെങ്കിലും നമ്മൾ പറയുന്നത് തെറ്റ്, ശരി ആയിക്കോട്ടെ, നടക്കില്ല ആയിക്കോട്ടെ. അതുകൊണ്ട് ചില കുറ്റങ്ങളും ഉണ്ട്. നമുക്കൊരു പല കാര്യങ്ങളും പൂർത്തീകരിക്കണം എന്ന് തോന്നുമ്പം കുഴപ്പമില്ല, തോറ്റോട്ടെ, എന്തായാലും തോറ്റിട്ടുള്ള വ്യക്തിയാണല്ലോ പലപ്പോഴും. ആ തോൽവി സമ്മതിക്കാൻ പറ്റാത്ത ആൾക്കാർ പലരും ആത്മഹത്യ ചെയ്തിട്ടുള്ളവർ. പിന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? നമുക്കത് കൊടുക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. അറിയുന്ന കുറേ പേരുണ്ട്. എനിക്ക് തൊട്ടടുത്തറിയുന്ന ഇപ്പം അടുത്ത കാലത്ത് ഈ പ്രഭാഷണങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള 100 പേരിൽ ഒരു 10 പേരുടെയും പ്രശ്നം സാമ്പത്തികമാണ്. അല്ല, അതൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യും. കാശിപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ സഹായിക്കുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കറിയാം ഈ വ്യക്തി നല്ല കാര്യങ്ങളല്ല ചെയ്യുന്നത് കൊണ്ടെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുമോ? ഞാനിപ്പോൾ 40 വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ച, 60 വയസ്സ് വരെ ജീവിച്ചൊരു എനിക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എപ്പോൾ? ഞാൻ നല്ല കാര്യങ്ങൾക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കാൻ ആളുണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷെ ഞാൻ അങ്ങനെ അല്ല ചിലവഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ ആരും സഹായിക്കില്ല. തൊട്ടടുത്തുള്ള വ്യക്തികൾ പോലും നമ്മളെന്താ സഹായിക്കാത്തത്? പലപ്പോഴും നമ്മൾ നല്ല വഴിയിലല്ല എന്നറിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നല്ല വഴിയിൽ പോയി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഞാനല്ലെങ്കിൽ ആരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടാവും. പക്ഷെ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടായിന്ന് വരില്ല. നമ്മൾ എത്ര നല്ല വ്യക്തിയായാലും കാണുന്നതൊന്നുമല്ല പുറത്തുള്ളതൊന്നുമല്ല അകത്തുണ്ടാവുക. ചിലപ്പം അകത്തുള്ളതൊന്നുമല്ല പുറത്തുണ്ടാവുക. പല പ്രശ്നങ്ങളും നമ്മൾ പല ദുശീലങ്ങളുള്ള ആൾക്കാരുണ്ടാവും, പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഇടയിൽ പെട്ടുപോയില്ല. കാശുണ്ടാക്കാനും എളുപ്പമാണ്, പ്രസിദ്ധി ഉണ്ടാക്കാനും എളുപ്പമാണ്, അറിവ് ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇത് മൂന്നും ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ ചിലപ്പം കൺട്രോളബിൾ ചെയ്യാൻ പറ്റാണ്ടാവും. ആണ്. ഞാൻ അങ്ങയോട് സംസാരിച്ചു, അങ്ങ് എന്നോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഐ ആം സ്റ്റാർട്ടിങ് ആൻ അക്കൗണ്ട് വിത്ത് യു എന്നാണ്. ഇപ്പം എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അവരുമായിട്ടൊരു അക്കൗണ്ട് തുടങ്ങുകയാണ്. ഇമോഷണൽ അക്കൗണ്ട്. റിലേഷൻഷിപ്പ് ഈസ് എൻ അക്കൗണ്ട്. അപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ തിരുവനന്തപുരത്ത് ഒരാൾ എനിക്ക് പരിചയമുണ്ടെന്ന് അറിയുമ്പോൾ ഞാൻ വേറൊരാൾ പോകുമ്പോൾ അവരോട് പറയും, അയാൾ പിന്നെ എൻ്റെ റെഫറൻസ് പറഞ്ഞാൽ മതി, വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നു. അതെങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ബാങ്കിൽ ക്രെഡിറ്റ് എടുക്കുന്നത് പോലെയാണ്. ബാങ്ക് ക്രെഡിറ്റ് ആർക്കേ കൊടുക്കൂ? എൻ്റെ അക്കൗണ്ട് ക്ലിയർ ആണെങ്കിലേ ഞാൻ റെഫർ ചെയ്യുന്ന ഒരാൾക്ക് ക്രെഡിറ്റ് കൊടുക്കുള്ളൂ. അതുപോലെ ഞാൻ റെഫർ ചെയ്തിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ഒരാൾ സഹായം കൊടുക്കുന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ക്ലിയർ ആണ്, അവരും
തിരിച്ചടക്കാൻ കഴിവുള്ളവരാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ഈസ് ആൻ അക്കൗണ്ട്, എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുള്ളതാണ്. റിലേഷൻഷിപ്പ് ഈസ് ആൻ അക്കൗണ്ട്. എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെയാണ്. അതിൽ ക്രെഡിറ്റ് എടുക്കാം, ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം, അല്ലേ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്യേണ്ട, ഒന്ന് പോയി ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകുന്ന ആൾക്കാർ. ഞാൻ തിരുവനന്തപുരത്ത് ഒരു ക്യാമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മോളോട് ഞാൻ പറഞ്ഞു, ഞാൻ ആ വീട് എനിക്കറിയില്ല, ആ സൗകര്യം ഉണ്ടെന്ന്, ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. എനിക്ക് സാറ്റലൈറ്റ് ഒക്കെ വെച്ചിട്ട് വീടൊക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വീടിൻ്റെ വലുപ്പമൊക്കെ എനിക്കറിയാം, പക്ഷെ സൗകര്യം അകത്തുണ്ടോ നോക്കണ്ടേ, നിങ്ങൾ പോയി നോക്കാൻ പറഞ്ഞു. നോക്കി. അപ്പോൾ ആ ക്രെഡിറ്റാണത്. അന്ന് നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അപ്പം ചിലപ്പോൾ അബദ്ധമാവും. നമ്മൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞെടുക്കുന്നത് അബദ്ധമാവാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് നന്നായാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും. ഇനി ഇതൊക്കെ ഉണ്ടായാലും ഇപ്പം ഒരാൾ ഓഫീസിലൊരു പ്രശ്നമായിട്ട് ആത്മഹത്യ ചെയ്തു, ഇല്ലേ? കേരളത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള കേസുകളൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ഡിസ്കഷൻ വന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നമുക്ക് ഒരു പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള അറിവില്ലെങ്കിൽ അതെൻ്റെ കഴിവില്ലായ്മ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നമ്മൾ 10ാം ക്ലാസ് പഠിപ്പിച്ചൊരു കുട്ടിയെ 10ാം ക്ലാസ്സിൽ തോറ്റു എന്നുള്ളത് കൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതാരുടെ കുറ്റമാണ്? നമ്മുടെ വിദ്യാഭ്യാസം ശരിയല്ല, നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ള അറിവും ശരിയല്ല. എന്നാണ് 10ാം ക്ലാസ് ജയിക്കലാണ് ജീവിതം എന്ന് തോന്നുന്നതുകൊണ്ടല്ലേ അങ്ങനെ തോക്കുമ്പോൾ അതാണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഞാൻ അടിച്ചു പോകുന്നു തോന്നുന്നുണ്ടല്ലേ? ആ തോന്നലില്ലാണ്ടിരിക്കണം. അത് വലിയ ഭഗവത്ഗീത ഫുൾ ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് അയാൾക്ക് ധൈര്യം ഉണ്ടാവുന്നതെന്ന് ഉറപ്പൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ പഠിച്ച് തീർന്നതല്ല, എൻ്റെ കാതൽ പോലും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ആധ്യാത്മികത എന്ന് പറയുന്നതും ഈശ്വര വിശ്വാസം എന്ന് പറയുന്നതൊന്നും ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാം. പ്രാക്ടിക്കൽ ലൈഫ്, അതാണ് അത്യാവശ്യം. അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മികതയൊന്നും പ്രാക്ടിക്കൽ അല്ലാണ്ടല്ല, അതിൽ പ്രാക്ടിക്കലാണ്. നമ്മുടെ ധാരണ ആധ്യാത്മിക വേറെയും പ്രാക്ടിക്കൽ ലൈഫ് വേറെയുമാണ്. അല്ല, പലർക്കും പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുന്നൊരു സംഭവമാണ് ഭക്തിയും ആധ്യാത്മികതയും. അതാണ് ഏറ്റവും വലിയ പാപ്പരത്വം. നമ്മുടെ ആധ്യാത്മികതയും ഭക്തിയും ഒന്നും ഒളിച്ചോടാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ജീവിതം കൃത്യമായിട്ട് നന്നായിട്ട് കൊണ്ടുപോകാനുള്ള അറിവാണ് ഇതൊക്കെ. അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയുമ്പോഴൊക്കെ ഞാൻ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. ജീവിതമായിട്ട് ബന്ധമില്ലാത്ത ആരുടെയോ കഥ നമ്മൾ പഠിച്ചുകൊണ്ട് എന്താ കാര്യം? ഇല്ല. അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അങ്ങനെയായിരുന്നു ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. സമാധാനായോ? അപ്പോൾ ആധ്യാത്മികത നമുക്ക് കുറച്ച് ധൈര്യം തരും, ശക്തി തരും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ എപ്പോഴും ഒരു അമ്മയുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമുണ്ട്, അല്ലേ? ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ടെലിഫോൺ ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടോ ഡോക്ടറുടെ വീറ് അറിയുന്നത് കൊണ്ടോ കാർ ഓടിക്കാൻ അറിയുന്നത് കൊണ്ടോ അല്ല, എൻ്റെ മകന് പനി വരുമ്പോൾ അമ്മയുണ്ടെങ്കിൽ എനിക്ക് വെപ്രാളില്ല. എന്താ കാരണം? അമ്മയുണ്ടല്ലോ എന്നുള്ളത്. അമ്മക്ക് ഡോക്ടറെ കൊണ്ടുപോകാൻ പറ്റും? ഇല്ല. അമ്മക്ക് കാർ ഓടിക്കാൻ പറ്റും? ഇല്ല. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. പക്ഷെ എന്നാലും അമ്മ ഉണ്ടല്ലോ എന്നുള്ളത് എന്താ, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി അങ്ങനെ ഒരു ധൈര്യമാണ് എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ടെന്ന് അറിയുമ്പം. അവരെ നമ്മൾ ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യൊന്നുമില്ല, പക്ഷെ ഒരു ധൈര്യം നമുക്ക് തരും. ആ ധൈര്യം നമുക്ക് കിട്ടാൻ നല്ലതാണ്. പക്ഷെ അത് ആ റൂട്ടിലെത്തിയാലേ അത് കിട്ടുള്ളൂ. ആ റൂട്ടിലെത്തണമെങ്കിൽ വിശ്വാസം നല്ല പോലെ വേണം. നല്ലൊരു കഥയുണ്ട് അതിന്. ഹസ്ബൻഡും വൈഫും തോണിയിൽ പോയിക്കൊണ്ടിരിക്കുക. വലിയ കൊടുങ്കാറ്റ് വരികയാണ്. അപ്പോൾ ഇപ്പം മറിയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര്? ഭാര്യ ആവിട്ട് കരയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഒരു കൂസലുമില്ല, ആധ്യാത്മികമായിട്ട് നല്ല നിലവിലൊക്കെ ഉള്ളതാണ്. എന്ത് പറഞ്ഞാലും ഇവർക്ക് പേടിക്കണ്ടെന്നൊണ്ടൊന്നും മനസ്സിലാകുന്നില്ല. ഉടനെ ഒരു കത്തിയെടുത്തിട്ട് ഇപ്പം കൊല്ലു തന്നെയാണ്. കത്തിയെടുത്തിട്ട് കൊല്ലാൻ നോക്കുമ്പോഴും ഭാര്യയ്ക്ക് ഒരു കൂസലുമില്ല. അതെന്ത് പേടിയില്ലാത്ത? നിങ്ങൾ കൊല്ലില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഭഗവാൻ നമ്മളെ ഈ കാറ്റൊന്നും അടിച്ച് താഴത്ത് വീഴില്ല എന്ന് ഉറപ്പില്ല. ഉറപ്പുണ്ടോ? വീഴ്ത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് പറ്റും? ധൈര്യമായിട്ടിരിക്കാൻ പറ്റും. പിന്നെ ഭഗവാൻ കൃത്യമായിട്ട് ഭഗവാന്റെ രൂപത്തിലല്ല വരിക. രക്ഷിക്കാൻ വരുന്നത് പല രൂപത്തിലായിരിക്കും. അതെങ്ങനെയാണ് വരിക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോഴായിരിക്കും ഒരാളുടെ ഒരു തോണിയിൽ വന്നിട്ട് നമ്മൾ കയറാൻ ഇല്ല ഭഗവാൻ എന്നെ രക്ഷിച്ചോളും,
അതുകൊണ്ട് ഈ കോളിളക്കങ്ങൾ ഉണ്ടായാലൊക്കെ എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ തോണി നീ പോയിക്കോ എന്ന് പറയാൻ പാടില്ല. ആ രൂപത്തിലാണ് വന്നിട്ടുണ്ടാവുക ആ സമയത്ത്. മനസ്സിലായോ? അപ്പോൾ എല്ലാ ഓപ്പർച്യൂണിറ്റിയെയും നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവമാണ് ഭഗവാനുള്ള വിശ്വാസം. കാരണം ഭഗവാൻ ഏത് രൂപത്തിൽ ഇവിടെ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ വിശ്വാസം പൂർണ്ണമായിട്ടും വേണം, അപ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിനും ഒരു കഥയുണ്ട്. വിശ്വാസം ഉണ്ടാകുന്ന വിശ്വാസമുള്ളവരുടെ കൂടെ ഉണ്ടാവണം. ഞാൻ എന്തുകൊണ്ടാണ് വിശ്വസിച്ചത്? ഭഗവാനിൽ എനിക്ക് വിശ്വാസമുണ്ട്. എന്താ കാരണം? എൻ്റെ അച്ഛനും വിശ്വാസം ഉണ്ടായിരുന്നു, അമ്മക്കും വിശ്വാസം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മക്കും വിശ്വാസം ഇല്ലെങ്കിൽ എനിക്കുണ്ടാവില്ല. അത് എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഭഗവത്ഗീതയിൽ ചൊല്ലാൻ പറ്റുന്നത്? അമ്മമ്മയുള്ളതുകൊണ്ടാണ്. ആരെങ്കിലും ഒരാൾ അടുത്തുണ്ടാകുമ്പോഴല്ലേ നമ്മളറിയാം. എല്ലാ വിശ്വാസങ്ങളും അങ്ങനെയാണ്. പക്ഷെ ആദ്യം വേണ്ടത് വിശ്വാസമാണ്. പിന്നെ വേണ്ടതോ? വിശ്വാസത്തിൽ തുടങ്ങിയിട്ട് എവിടെ എത്തണം? നമ്മൾ അറിവിലെത്തണം. ഇത് ഭഗവത്ഗീതയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്താ കാരണം? ബ്ലൈൻഡ് ഫെയ്ത്ത് തന്നെയാണ്. എല്ലാം അങ്ങനെയാണ്. ഇപ്പം നമ്മളിവിടെ വരുമ്പോൾ, ഇപ്പം നിങ്ങളിവിടെ വരുന്ന സമയത്ത് ഒരു വിശ്വാസത്തിലാണ് വരുന്നത്, ആണോ അല്ലയോ? നമ്മളൊരാളെ മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വിശ്വാസത്തിലാണ്. ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഏതിലേക്ക് മാറും? അറിവിലേക്ക് മാറണം. അത് അറിവിലേക്ക് മാറണം. അത് അറിവിലേക്ക് പതുക്കെ മാറും. ഞാനത് കണ്ടുപിടിച്ച് ശരിയാണോ തെറ്റാണോ, ഇത് വാച്ചാണെന്ന് എൻ്റെ വിശ്വാസമാണ്. നോക്കുമ്പോൾ സമയമൊക്കെ കൃത്യമായിട്ട് പറയണ്ടെങ്കിൽ വാച്ചാണെന്ന് ഞാൻ അറിയുന്നു. ഇത് ഞാൻ വാച്ചാന്ന് വിശ്വസിക്കുന്നുണ്ടോ അറിയണ്ടോ? ആദ്യം വാച്ചാന്ന വിശ്വാസത്തിലാണ് തന്ന പാക്കറ്റൊക്കെ പൊളിച്ച് അതിനകത്ത് ഓണാക്കി ഒക്കെ ചെയ്യുന്നത്, ആണോ അല്ലയോ? അത് സമയം തരുന്നത് വരെ എനിക്ക് ഉറപ്പില്ല. സമയം തരുമ്പോൾ അത് വാച്ചാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അറിവാണ്, എക്സ്പെരിമെൻറ്റേഷനാണ് അറിവ്. ഇപ്പോഴും അങ്ങനെയാണ്. എനിക്കൊരാളുടെ വിശ്വാസമുണ്ട്, അവരെന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വാസമാണ്. അത് കുറച്ച് കാലം സ്നേഹം കിട്ടുമ്പോൾ എനിക്കറിയാം, ഓ അറിയുന്നു ഇയാൾ എന്നെ സ്നേഹിക്കുന്നു. അപ്പം തുടങ്ങുന്നത് വിശ്വാസത്തിലും പിന്നെ അറിവിലേക്ക് പോവാം. ഒരാൾ അറിയാത്ത രണ്ടുപേര് വിവാഹം കഴിക്കുന്ന സമയത്ത് അവർ സ്നേഹിക്കുമ്പോൾ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് വിവാഹം കഴിക്കുന്നത്. പല കാര്യങ്ങളും എസ്പെഷ്യലി പുരാണങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് അതേപടി അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് നമ്മുടെ അറിവല്ലേ? അപ്പൊ നമ്മുടെ ആദ്യ വിശ്വാസത്തിൽ ചിലപ്പോൾ അത് ഹനിക്കപ്പെടും. അപ്പൊ പിന്നെ എവിടെയാണ് നമ്മൾ പിന്നെയും പഠിക്കുക? ഇപ്പം ഞാൻ പറയാം, ആദ്യം നമ്മൾ മഹാഭാരതം വായിച്ചു തുടങ്ങുന്ന സമയത്ത് ഗംഗ എന്ന് പറയുന്ന നദി എല്ലാ മക്കളെയും നദിയിലേക്ക് എറിയണം എന്ന് പറഞ്ഞ് കൊല്ലുന്ന കഥയുണ്ട്. ഏതെങ്കിലും അമ്മ ഇങ്ങനെ വയ്യോ? ഇതൊക്കെ പുട്ടക്കഥയാണ്. കുറച്ചും കൂടി വായിച്ച് മനസ്സിലാവുമ്പോൾ അതിന് മുമ്പിലൊരു കഥയുണ്ട്. അതുകൊണ്ട് മിക്കവാറും നിങ്ങളൊക്കെ വായിക്കേണ്ട പുസ്തകം മഹാഭാരത ഈസ് അൺബിലീവബിൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിലെത്രയോ കഥകളുണ്ടെന്നറിയും. ഇതൊന്നും ശരിയല്ല, ഒക്കെ വിശ്വസിക്കാൻ പറ്റാത്തതാണെന്ന് പറയും. പക്ഷെ അതൊക്കെ പറഞ്ഞ് അവസാനം വരുമ്പോൾ ഇങ്ങനെ നടക്കാൻ ഇന്നതാണ് കഥ അതിനു മുമ്പ് എന്നൊരു കഥ പറയും. ഓ ഇതുകൊണ്ടാണല്ലേ ഇതിങ്ങനെ ആയത്, അപ്പോൾ അത് വിശ്വസിക്കാം. അത് ഭാരതീയ വിദ്യാഭവൻ പബ്ലിക്കേഷനാണ്, ബോംബെ പബ്ലിക്കേഷൻ എഴുതി. എനിക്ക് മഹാഭാരത ഈസ് അൺബിലീവബിൾ. നമ്മൾ കുറച്ച് കാര്യം പഠിച്ചു വരുമ്പോൾ നമുക്ക് തോന്നും ഇതിങ്ങനെ അല്ല. പിന്നെയും കുറച്ച് പഠിക്കുമ്പോൾ അതിന് കുറേ കാരണങ്ങളുണ്ടാവും. ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. ഈ ദേവന്മാരെ നമുക്ക് അത് റിയാലാണെന്ന് സമർത്ഥിക്കാനായിട്ട് ഒരു കുട്ടികളുടെ അടുത്ത് നമുക്ക് പറയാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്കി മതങ്ങൾ നോക്കിയുള്ള ഹിസ്റ്റോറിക്കൽ ഗ്രൗണ്ടിങ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ അതിലോട്ട് എത്തിക്കാനുള്ള ഒരു മാർഗം എന്താണ്? ഇത് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞത് തെറ്റാണ്. ഭഗവാനും ഭഗവതിയൊക്കെ സങ്കല്പങ്ങളാണ്, റിയൽ അല്ല. രാമനും ഇല്ല, സീതയും ഇല്ല, കൃഷ്ണനും ഇല്ല, രാധയും ഇല്ല, ശിവനും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ സങ്കല്പങ്ങളാണ്. ഭാരതീയ ദേവ സങ്കല്പം തന്നെയാണ് പേര്. ആ സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിൽ പതിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന രൂപങ്ങൾക്ക് ഇന്ന് കാണുന്ന രൂപങ്ങളൊക്കെ കൊടുത്തത് ശ്ലോകങ്ങളും അല്ലേ, അതുപോലെ അത് വെച്ച് വരച്ചിട്ടുള്ള ചിത്രങ്ങളും ഒക്കെയാണ്.
സരസ്വതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പൂജിക്കുന്ന സരസ്വതിയുടെ മുഖം ഇങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഉറപ്പുമില്ല. രാജാ രവിവർമ്മ വരച്ചിട്ടുള്ള ചിത്രമാണ്. അതിൽ കുറേ പ്രിന്റും മാറ്റങ്ങളും പലരും പല മാറ്റങ്ങളൊക്കെ വരുത്തും. ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ദേവീ ദേവന്മാരുടെ പടം വരച്ച്, ദേവിമാരുടെ മാത്രം ഏറ്റവും കൂടുതൽ വരച്ചിട്ടുള്ളത് അല്ലേ ശിവന്റെ പടത്തിൽ പല രൂപത്തിലും കാണാം. അപ്പം ഇതൊക്കെ നമ്മുടെ ഉള്ളിലൊരു സങ്കല്പം ഉണ്ടാക്കാൻ വേണ്ടി തന്നിട്ടുള്ള രൂപങ്ങളാണ്. അപ്പം രൂപങ്ങളല്ല ഭാരതീയ സങ്കല്പം. അത് പക്ഷെ മക്കളെ പഠിപ്പിക്കാൻ പറ്റില്ല. LKG ഞാനൊരു പാമ്പിൻ്റെ പടം വരച്ചിട്ട് ഇത് പാമ്പാണ്, ഇത് പാമ്പാണ്, ഇത് പാമ്പാണ് എന്ന് പഠിപ്പിക്കും. ഈ പഠിപ്പിക്കുന്ന എനിക്കറിയാം ഇത് പാമ്പല്ല, പാമ്പിൻ്റെ പടമാണെന്ന്. അത് ഒരു പാമ്പിൻ്റെ പടമാണ്. അങ്ങനെ 1000 പാമ്പുകളുണ്ട്. എല്ലാ പാമ്പും ഒരേപോലെ അല്ലല്ലോ. എന്നിട്ട് ഞാൻ ഒരു പാമ്പിൻ്റെ പടം കാണിച്ചിട്ട് ഇത് പാമ്പാണെന്നല്ലേ പറയുക. കാറ്റഗറൈസേഷനൊക്കെ പിന്നെയല്ലേ പഠിക്കണത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ പടം വെച്ചിട്ട് ഞാൻ പൂജിക്കേണ്ട ഒരു കാര്യമില്ല. അച്ഛൻ്റെ മുഖം, അച്ഛൻ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ മുഖം വരും. പക്ഷെ ഞാൻ എന്തിനാ പടം വെക്കുന്നത്? എൻ്റെ മക്കൾക്ക് എൻ്റെ അച്ഛനെ കണ്ടിട്ടേ ഇല്ലാത്തതുകൊണ്ട് ഈ പടം വെച്ചാലേ അവരുടെ മനസ്സിലേക്ക് ഈ പ്രതിബിംബം കൊണ്ടുവെക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ദേവസങ്കല്പത്തിൽ, ദേവൻ്റെ സങ്കല്പത്തിൽ രൂപത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു രൂപമില്ലെങ്കിൽ അത് നമ്മളിൽ നിന്നും പതിയാത്തത് കൊണ്ട് ബിംബങ്ങളും രൂപങ്ങളും ഒക്കെ ഉണ്ടായി. ഓരോ സ്ഥലത്തും പോകുമ്പോൾ ബിംബങ്ങളും രൂപങ്ങളും വ്യത്യാസമാണ്. എത്ര പേരുകളിലാണ് ഓരോ സ്ഥലത്തും ലോക്കലി അവരുണ്ടാക്കിയിരിക്കുകയാണ്. കിരാതവേഷത്തിലുള്ള രൂപമല്ല ശിവൻ എല്ലായിടത്തും ഉള്ളത്, താണ്ഡവത്തിൻ്റെ രൂപത്തിലല്ല എല്ലായിടത്തും ഉള്ളത്. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ ഭാവങ്ങളിൽ, വ്യത്യസ്തമായ രൂപങ്ങളിൽ പലതരത്തിലും പ്രചരിപ്പിച്ചിട്ടുള്ളതൊക്കെ കൺഫ്യൂസിങ് ആണ്. അങ്ങ് പറഞ്ഞ കറക്റ്റാണ്. ഓക്കെ. പക്ഷെ ആ അറിവ് നമുക്ക് അത്രയും ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കഥകളുണ്ട്. ഇതൊക്കെ നമ്മുടെ വ്യത്യസ്തമായ തോന്നലുകളുടെ ഭാവങ്ങളായിട്ട്, പ്രതിബിംബങ്ങളായിട്ട് വന്നതാണ് എന്നുള്ളതാണ്. അതിലേറ്റവും കൂടുതൽ പ്രാധാന്യം ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതൊക്കെ ശങ്കരാചാര്യ ചെയ്തിട്ടുള്ളതായിരിക്കും. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ബുദ്ധമതത്തിലോ ജൈനമതത്തിലൊക്കെ പെട്ടുപോയിട്ടുണ്ടാവും. അവർ നല്ലപോലെ എക്സ്പാൻഡ് ചെയ്തിട്ട് ബുദ്ധമതവും ജൈനമതത്തിലും ഉള്ള സങ്കല്പങ്ങളാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും മുനിയുടെ പടം വെച്ചിട്ടുണ്ടാവൂടെ, അല്ലെങ്കിൽ ബുദ്ധൻ്റെ പടം വെച്ചിട്ടുണ്ടാവും. ഇത് റീ എസ്റ്റാബ്ലിഷ് ചെയ്തത് ശങ്കരനാണ്. അത് പുതിയ ശ്ലോകങ്ങളും രൂപങ്ങളും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി. അത് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് പല രാജാക്കന്മാരും ചെയ്തിട്ടുള്ളതിൻ്റെയൊക്കെ ഒരു കൺക്ലൂസീവായിട്ട് അവരെയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് റിവൈവ് ചെയ്യാൻ ശങ്കരാചാര്യർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഒന്ന് രൂപം, മറ്റൊന്ന് ശ്ലോകം. അതൊക്കെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് പല ആൾക്കാരുമാണ്. ഒന്ന് രൂപം, മറ്റൊന്ന് ശ്ലോകം. ഇതൊക്കെ ഓരോ ക്ഷേത്രങ്ങളിലായിട്ട് കൊണ്ട് സ്ഥാപിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഓഫ് കോർഡിനേഷൻ ഒരു സ്ഥലത്ത് ഒരാൾക്ക് ഏൽപ്പിച്ചു, അടുത്ത സ്ഥലത്ത് വേറൊരാൾക്ക് ഏൽപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് മഠങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. ഇതൊക്കെ നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള സങ്കല്പങ്ങൾ. പക്ഷെ പൂർണ്ണമായിട്ടും അദ്ദേഹം വിചാരിച്ചതുപോലെ നമ്മളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ പറ്റിയിട്ടില്ല. ഓപ്പോസിറ്റ് ആയിരുന്നു. അറിവിനെയാണ്, അതാ ഞാൻ പറഞ്ഞത്. ആധ്യാത്മികതയും അറിവിനും ഇതൊക്കെ സിമ്പിളായിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളറകളിലേക്ക് എത്താനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സംഭവവും. അത് നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് തന്നെ അപ്പയ്യ ദീക്ഷിതർ എന്ന് പറഞ്ഞിട്ട് തെലുങ്ക് നാട്ടിലുള്ള ഒരു പ്രസിദ്ധ കവി എഴുതിയിട്ടുണ്ട്. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യായേന യത് കൽപ്പിതം. കൽപ്പിതമാണ്, സങ്കല്പമാണ് രൂപം. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യായേന, ധ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ള കൽപ്പിതമായിട്ടുള്ളതാണ് ഈ. അതുകൊണ്ട് ഹേ ഭഗവാനേ ഭഗവതിയേ ഒക്കെ തട്ടിപ്പ. അതൊക്കെ എൻ്റെ ഉള്ളിലാണെന്നുള്ള അറിവാണ് എനിക്കുണ്ടാവേണ്ടത്. ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാമെന്നാണ്. അതെ. സ്തുത്യ നിർവചനീയതാകില ഗുരു. സ്തുതിക്കാൻ വേണ്ടിയിട്ട് കുറേ പാട്ടുകൾ ഉണ്ടാക്കി. ദേവിയുടെ മൂക്കിങ്ങനെയാണ്, കൈ ഇങ്ങനെയാണ്, ഓരോ സ്പെയർ പാർട്ടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നിർവചിക്കാൻ സാധിക്കാത്തത്രയും ഇല്ലേ രൂപഭംഗിയുള്ള ഒരു ഭഗവതിയെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു സ്ത്രീയുടെ സങ്കല്പത്തിലേക്ക് മാറ്റി സൗന്ദര്യലഹരി എഴുതി. അതും വലിയ പാപമാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഏത് ആണോ ഏറ്റവും സൗന്ദര്യം അതാണ് ദേവി എന്നുള്ള സങ്കല്പം എനിക്കുണ്ടായി. പണ്ട് തടിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ പണ്ട് തടിച്ചിട്ടുള്ള സ്ത്രീകളെ വരച്ചിട്ടുണ്ടാവുക. ഇപ്പം ദേവികളുടെയൊക്കെ വരയ്ക്കുമ്പോൾ മെലിഞ്ഞ് ലീൻ ബ്യൂട്ടിയൊക്കെ ആയിട്ട് വരക്കേണ്ടി വരും. ഇന്നത്തെ ആൾക്കാരെ വരയ്ക്കണമെങ്കിൽ കൊറിയൻ സ്റ്റൈലിലൊക്കെ ആയിരിക്കും നമ്മുടെ ദേവികൾ ഉണ്ടാവുക. അല്ലേ? അങ്ങനെ ഓരോരാളും എന്തുകൊണ്ടാണ് ബർമോഡ ഇട്ടിട്ടുള്ളത്, എന്തുകൊണ്ടാണ് സാരി ഉടുത്തിട്ടുള്ളത്? ദേവി സാരി ഉടുത്തു നമുക്കുള്ള ഉറപ്പുണ്ട്. ആ കാലത്ത് സാരി ഉണ്ടായിരുന്നു. സാരി വന്നിട്ട് അടുത്ത കാലത്താണ്.
ചൂരിദാർ ഇട്ടിട്ടാണ് ശ്രീകൃഷ്ണൻ നിൽക്കുന്നത്. ചൂരിദാർ ഇട്ടിട്ട് ആർക്കും കയറാൻ പറ്റില്ല അമ്പലത്തിൽ. എന്തൊക്കെ നിയമാന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് മണ്ടത്തരാ ഇതൊക്കെ. അതെ, വ്യാപ്തിത്വം ച മയാകൃത, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാൻ എന്ത് നമ്മൾ ചെയ്തു? ചില സ്ഥലങ്ങളിലൊക്കെ കെട്ടിയിട്ടു. ദോഷത്രയം മത്കൃതം, ഇത് ഞാൻ ചെയ്ത 3 ദോഷങ്ങളാണെന്നാണ്. നമ്മളൊക്കെ ചെയ്യുന്ന ദോഷതാണ്. അതുകൊണ്ട് ഭഗവാൻ അവിടെയൊന്നും അല്ല, ഭഗവാന്റെ സങ്കല്പമാണ്. പക്ഷെ അതൊക്കെ അത്യാവശ്യമാണ്. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും. അപ്പം ഈ ഒരു സങ്കല്പത്തെക്കുറിച്ചുള്ള ചോദ്യം അങ്ങ് ചോദിക്കുകയും ഞാൻ ഉത്തരം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഇനിയും കുറേ കാലം നിൽക്കണമെങ്കിൽ കുറച്ചാരെങ്കിലും പഠിക്കണ്ടേ? അതുണ്ടായാൽ മതി. അത് പഠിക്കണം, പഠിപ്പിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ചിന്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ മതി. അത് പഠിച്ചാൽ മതി. അത് അമ്മയെ കൊള്ളാത്തോണ്ടാ. തർക്കിക്കുമ്പോൾ തിരിച്ച് പറഞ്ഞാൽ ഉത്തരവില്ലാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നം. അതെ, അവര് വളരുമ്പോൾ നമ്മളും വളരണം. നമ്മളും അതേപോലെ പഠിക്കണം. 10ാം ക്ലാസ്സിലെ മാത്സ് മക്കൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മക്കും മാത്സ് അറിയണം. അമ്മയും സയൻസ് പഠിക്കണം. നമ്മൾ പഠിക്കില്ല, പഠിക്കുമോ? അവരോട് പഠിക്കാൻ പറയുള്ളൂ. ആണ്, അങ്ങനെയാണ് വേണ്ടത്. തർക്കശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രം തന്നെയാണ്. പക്ഷെ അതിൽ തർക്കിച്ച് തോപ്പിക്കാൻ നമുക്ക് കഴിവില്ലെങ്കിൽ നമ്മുടെ കഴിവ് കേടുന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി ചില മക്കളൊക്കെ നമ്മൾ തർക്കിച്ചിട്ട് വിരോധികളാക്കണ്ട വെച്ചിട്ട്, ശരി നിന്റെ വിശ്വാസം, നീ ഏതെങ്കിലും ഒരു കാലം വരുമ്പോൾ എനിക്ക് മനസ്സിലാവും, മോനെ പോയിക്കോ എന്ന് പറഞ്ഞു വിടും. അതിൽ കുഴപ്പമൊന്നുമില്ല. അത് മാറും, അത് കാലം കഴിയുമ്പോൾ. ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്, 4 വയസ്സുള്ളപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാ പറയാം? അച്ഛനും അമ്മയൊക്കെയാണ് അല്ലേ? ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തി. അറ്റ് 4 years മൈ ഡാഡ് ഈസ് ഗ്രേറ്റ്. ഓക്കെ, 6 വയസ്സാകുമ്പോഴോ എൻ്റെ അച്ഛൻ എല്ലാവരെയും അറിയാം. എന്താ കാരണം? ഇവൻ കാണുന്നവരൊക്കെ അച്ഛൻ അറിയുന്നവരും അമ്മ അറിയുന്നവരുമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 10 വയസ്സാകുമ്പോഴോ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും എൻ്റെ ടീച്ചേഴ്സാണ് ഗ്രേറ്റ്. കാരണം അവർക്ക് കുറേ അച്ഛനമ്മമാരെയൊക്കെ അറിയാം. ഓട്ടെ, അവരൊരു 10ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴത്തേക്ക് ലോകത്തിലെ ഏറ്റവും വിരോധമുള്ളവരായിരിക്കും അറിയാം? ടീച്ചർമാരെ ഏറ്റവും വിരോധം. എനിക്ക് 5 സബ്ജക്റ്റ് അറിയാം, ടീച്ചർക്ക് 1 സബ്ജക്റ്റ് അറിയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ടീച്ചർമാരായിരുന്നു ഗ്രേറ്റ്, കുറച്ച് കഴിയുമ്പോൾ ടീച്ചർമാർ യൂസ്ലെസ് ആണ്, അച്ഛനും യൂസ്ലെസ് ആണ്, അമ്മയും യൂസ്ലെസ് ആണ്. ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ എങ്ങനെയാ ഈ സാധനത്തിന് നിങ്ങൾ സഹിക്കണമെന്ന് അച്ഛനോട് ചോദിക്കും, അമ്മയോടും ചോദിക്കും. ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കണമെന്ന് പോലും സംശയം വരും. അത് കഴിഞ്ഞ് അവർക്കൊരു 30 വയസ്സാകുമ്പോഴോ, ഈ മോൾക്കൊരു 30 വയസ്സായിട്ടൊരു കുട്ടി ഉണ്ടാകുമ്പോൾ, എൻ്റെ അമ്മ എങ്ങനെയാ എന്നെയൊക്കെ വളർത്തിയതാവോ? കാരണം ആ ഒരു സമയത്ത് ഇവർക്ക് കുട്ടിയുണ്ടായി, ഇതിനെങ്ങനെയാണ് നോക്കേണ്ടത് അപ്പോഴാണ് തോന്നുന്നത്. എനിക്ക് ഒരു കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ലോ, എൻ്റെ അമ്മ 6 കുട്ടികളെ നോക്കിയല്ലോ എന്ന് അറിയുമ്പോഴാണ് എൻ്റെ ചേച്ചിമാർക്കൊക്കെ അമ്മ വാസ് ഗ്രേറ്റ് എന്ന് പറയും. മനസ്സിലായോ? ഒരു 54 വയസ്സൊക്കെ ആയിട്ട് നമുക്ക് വയസ്സാകുമ്പോഴാണ് മനസ്സിലാവുക, ഈ ടീനേജുള്ള എൻ്റെ കുട്ടിയെ നോക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ എൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു ജീവിതം തിരിച്ച് എത്താൻ വേണ്ടി 54 വർഷം വേണമെന്നാണ് പറയാം. ചിന്തകൾ മാറി അടുത്ത ചിന്തകളിലേക്ക് എത്താൻ. ഇത് എല്ലാ സ്ഥലത്തും എല്ലായ്പ്പോഴും ഉള്ളതാണ്. പക്ഷെ നമ്മുടെ കുഴപ്പം ഭാരതത്തിൽ എന്താ വെച്ചാൽ, ഇവിടെയൊക്കെ 12ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ നോക്കും അല്ലേ? ഞാൻ അമേരിക്കയിൽ പോയി താമസിച്ച സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ കമ്പനിയായ കമ്മിൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലായിടത്തും ജനറേറ്റർ നോക്കിയാൽ കമ്മിൻസ് ആണ്. ആ കമ്മിൻസ് കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വലിയ സീനിയർ ആയിട്ടുള്ള ലെവലിൻ്റെ വീട്ടിൽ ഒരു പാർട്ടിക്ക് വിളിച്ചു. പാർട്ടിക്ക് എന്തിനാ അറിയോ? 12ാം ക്ലാസ് ആയ മകൾക്ക് സെൻഡ് ഓഫ് കൊടുക്കുകയാണ്. 12ാം ക്ലാസ് കഴിഞ്ഞാൽ മകളെ വീട്ടിൽ നിന്ന് പുറത്താക്കുക. അത് വലിയ ആഘോഷമാണ്. തമിഴൻ, ഭാരതത്തിൽ ജനിച്ചിട്ടുള്ള, ഭഗവത്ഗീതയൊക്കെ പഠിച്ച് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരും. ഭഗവത്ഗീത അച്ഛനും അമ്മയൊക്കെ, എല്ലാ സാത്വികതയും ഭാരതീയ സങ്കല്പവും അതേ ട്രഡീഷനിൽ ഉള്ള അയ്യരോ അയ്യങ്കാരോ ഏതോ ഗ്രൂപ്പ് പെട്ടിട്ടുള്ള നല്ല പച്ച ബ്രാഹ്മണൻ. പക്ഷെ അവിടെ എത്തുമ്പോഴത്തെ അവിടുത്തെ ശൈലിയിൽ എന്ത് ചെയ്യണം?
എല്ലാ അമേരിക്കക്കാരും അവരുടെ മക്കളെ 12ാം ക്ലാസ് ആകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കണം. നിങ്ങൾക്ക് 5 ബെഡ്റൂമുള്ള വലിയ ബംഗ്ലാവ് ഉണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കൂടെ താമസിക്കില്ല. ഇനി എപ്പോഴെങ്കിലും സാറ്റർഡേ സൺഡേ വരണമെങ്കിൽ വിളിച്ച് പെർമിഷൻ ചോദിച്ചിട്ട് വേണം വരാൻ. അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. 18 വയസ്സായാലും അവർക്കുള്ള പഠിക്കാനുള്ള കാശ് അവർ ജോലി ചെയ്തുണ്ടാക്കണം. അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അച്ഛൻ്റെ അമ്മയുടെ സ്വത്ത് ആർക്ക് പോവില്ല, മക്കൾക്ക് പോവില്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആയി. നമ്മളിവിടുത്തെ നടക്കുമോ? അത് അങ്ങനെ ഒരു ട്രഡീഷൻ നമുക്കുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പഠിക്കുന്ന കഥകളിൽ ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയും ഒക്കെ ഭഗവാന്മാരാണെങ്കിൽ പോലും അവരെ പോലും കൺട്രോൾ ചെയ്യുന്നതും പരീക്ഷ നടത്തുന്നതും ഒക്കെ നമ്മൾ പഠിക്കുകയാണ് അല്ലേ? അതുകൊണ്ടാണ്. അപ്പോൾ ഓരോരോ സ്ഥലത്തും അതുകൊണ്ടാണ് അച്ഛൻ പിന്നെ കണ്ടീഷനായിട്ട് മക്കളോട് 14 വർഷം പോകണമെന്ന് പറയുന്നു. ഇതൊക്കെ ഭാരതത്തിലല്ലേ നടക്കുള്ളൂ. ഭാരതീയ സങ്കല്പത്തിൽ മഹാഭാരതം എങ്ങനെയാണ് വെസ്റ്റേണേഴ്സ് നോക്കിക്കാണുന്നുള്ളത് പീറ്റർ ബ്രൂക്സ് മഹാഭാരത കാണാം ഇംഗ്ലീഷിൽ. മഹാഭാരതം പീറ്റർ ബ്രൂക്സ് എന്ന് പറഞ്ഞ ഒരാൾ ഇറക്കിയിട്ടുണ്ട്. അയാൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു മഹാഭാരതമുണ്ട്. അതിൽ ദേവീദേവന്മാരുടെയും എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും പാണ്ഡവന്മാരുടെയൊക്കെ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അയ്യടാ ഇങ്ങനെ അല്ലല്ലോ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുക അല്ലേ? ആഫ്രിക്കയിൽ നിന്നുള്ള ഒരാൾ പരശുരാമനായി എങ്ങനെ ഇരിക്കും? ഒറ്റ ഇന്ത്യക്കാരി മാത്രമേ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പുറത്തുള്ളവരാണ്. അതിൽ അർജുനായിട്ട് അഭിനയിച്ച ആളുടെ ഗേൾ ഫ്രണ്ട് എൻ്റെ ഭഗവത്ഗീത ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചായ ആക്കിയിട്ടുണ്ടോ എല്ലാവർക്കും? എന്നാ പറയണ്ടേ? അദ്ദേഹം വലിയ എതിരായിരുന്നു ഹോസ്പിറ്റലുകൾക്ക്. നല്ലൊരു തമാശ ശ്ലോകമുണ്ട്. വൈദ്യരാജ നമസ്തുഭ്യം എന്നാണ് ഓർക്കെ. ആർക്കാ നമസ്ത? വൈദ്യൻ. എന്താ കാരണം? യമരാജ സഹോദര. എന്താണ്? യമ ഹരതുമേ പ്രാണൻ. യമൻ എന്താ ചെയ്യാ? ഇവിടെ പ്രാണൻ കൊണ്ടുപോകും. വൈദ്യൻ എന്ത് ചെയ്യും? പ്രാണൻ പോയാലും ബില്ല് തരും. ആണോ അല്ലയോ? യമരാജ സഹോദര യമ ഹരതുമേ പ്രാണൻ വൈദ്യൻ ധനാനിച്ച. നിങ്ങൾ ചത്തു കഴിഞ്ഞാലും ബില്ല് തരും, കാശ് എടുത്തിട്ടേ ശവം കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയും. മരണം തരിക മാത്രമല്ല, എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ കാശും കൂടി പിരിക്കും. അറ്റ്ലീസ്റ്റ് ആ ധർമ്മങ്ങളും ചെയ്യണ്ടേ? മരിച്ച ആൾക്ക് ബില്ലില്ല എന്നെങ്കിലും പറയണ്ടേ? അതില്ല നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൽ. ഇല്ല, പ്രശ്നം. അങ്ങനെ കുറേ വികട ശ്ലോകങ്ങളുണ്ട്. ആ, എന്താ അഭിപ്രായം പറയാ? അങ്ങനെ കുറേ നമ്മുടെ ആ അനുഭവത്തിൽ കൃത്യമാണോ എന്ന് ചോദിച്ചാൽ ആ കാലത്ത് അത് കൃത്യമായിരുന്നു. അപ്പം അതിനേക്കാളും വലിയ സംഭവമാണ് നമ്മളിപ്പോൾ പറയുന്ന ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ്. ഒക്കെ പോസിബിളാണ്. ഇപ്പം എൻ്റെ അനുഭവത്തിൽ പറയാം. ഞാൻ അത് വായിച്ചിട്ട് എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ഗുരുവിനെ പരിചയപ്പെട്ട കാലത്ത് ഞങ്ങൾ ഋഷികേശിൽ ഒരു കോൺഫറൻസ് നടത്തിയിരുന്നു. പെയിൻ മാനേജ്മെന്റ് എന്നാണ്. എന്താണ്? സമാധി ആൻഡ് പെയിൻ മാനേജ്മെന്റ്, മെഡിറ്റേഷൻ ആൻഡ് പെയിൻ മാനേജ്മെന്റ്. ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോൾ അതേ വാക്കാ ഉപയോഗിക്കുക. ഞങ്ങൾ അങ്ങനെ പറയാറില്ലെങ്കിലും പക്ഷെ ബ്രൗഷറൊക്കെ അടിച്ചിട്ട് എബ്രോഡ് എന്നൊക്കെ 10-200 പേര് വരുന്ന ഒരു കോൺഫറൻസ് ആകുമ്പോൾ നമ്മൾ എന്തടിക്കണം? മെഡിറ്റേഷൻ ആൻഡ് പെയിൻ മാനേജ്മെന്റ്. ഇപ്പം പ്രസവ സമയം ആവുമ്പോൾ സാധാരണഗതിയിൽ വേദന വരും ഇല്ലേ? നിങ്ങൾ നല്ല മെഡിറ്റേറ്റർ ആണെങ്കിലോ വേദന അറിയാതെ പ്രസവിക്കണ്ടേ? അതല്ലേ മെഡിറ്റേഷൻ. നിങ്ങൾക്ക് ശരിക്കും സമാധിയൊക്കെ അനുഭവിച്ച് യോഗയൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ എന്ത് പാടില്ല? ഡെലിവറി പെയിൻ പാടില്ല. ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത് പല്ല് പറിക്കുമ്പോഴാണ്. ആ വേദന പാടില്ല. നേസൽ സർജറി, മൂക്ക് സർജറി ചെയ്യുമ്പോൾ നല്ല വേദന ഉണ്ടാവും. അതറിയരുത്. അതുകൊണ്ടാണ് നമ്മൾ സഡേഷൻ കൊടുക്കുന്നത്. ആ സഡേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഇതിലെന്തില്ലായ്മയാണ്? എനിക്ക് വേദന അറിയാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സർജറിക്ക് വിധേയനാവുമ്പോൾ ഞാൻ എന്ത് പറയണം? ഞാൻ മെഡിറ്റേറ്ററാണ്, നിങ്ങൾ സർജറി ചെയ്തു എന്ന് പറയണ്ടേ? എന്നിട്ട് മെഡിറ്റേഷനിൽ പോകണ്ടേ? അത്ര ധൈര്യമുള്ളവരാരെങ്കിലും ഉണ്ടോ?
അങ്ങനെയായിരുന്നു എൻ്റെ ഗുരു. രമണ മഹർഷി അങ്ങനെയായിരുന്നു. വളരെ വിരളമായിട്ട് മാത്രമേ അങ്ങനെയുള്ള കഴിവുള്ളവരുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ നടത്തിയൊരു കോൺഫറൻസിൽ എൻ്റെ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള അങ്ങനെ സർജറിക്ക് പോയിട്ടുള്ള കുറേ പേര് കൂടെ ചേർന്നിട്ടുള്ളൊരു കോൺഫറൻസ് ആയിരുന്നു. ആ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് വൈകുന്നേരം കോൺഫറൻസ് കഴിഞ്ഞ പാട്ടുകളൊക്കെ ഉണ്ടാവും. അതിലൊരു ഹിന്ദുസ്ഥാനി പാട്ടുകാരൻ വന്നിങ്ങനെ പാടുകയാണ്. അടുത്തിരിക്കേണ്ട ഗുരു ഇരിക്കുന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് രണ്ടാമത്തെ സീറ്റിലെ കണ്ട് ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ പാട്ടുകാരനോട് പറഞ്ഞു, ഹിന്ദുസ്ഥാനി പാട്ടാണ്, പഴയ അഫ്ഗാനിസ്ഥാനിലെ ഏതോ ഒരു കവി എഴുതിയിട്ടുള്ളതാണ് ഇദ്ദേഹം പാടുന്നത്, നിർത്താൻ പറഞ്ഞു അയാൾ. ഞാൻ ഇങ്ങനെയല്ല എഴുതിയത്, അത് ആ ലൈൻ തെറ്റാ, അത് ഇങ്ങനെ ഒന്ന് പാട്, കറക്റ്റാവും. അപ്പോൾ ആരെഴുതിയെന്നാണ് പറയണത്? ഞാൻ എഴുതിയെന്നാണ് പറയുന്നത്. എന്ത് ധൈര്യത്തിലാണ് പറയണമെന്ന് ആലോചിച്ച് നോക്കൂ. ഏതോ ഒരു ഹിന്ദുസ്ഥാനി ഏതോ ഒരു കാലത്ത് എഴുതിയിട്ടുള്ള പാട്ട് പാടുമ്പോഴത്തേക്കും ഇദ്ദേഹം അവരുടെ മനസ്സിൽ കയറിയിട്ട് എന്ത് പറയും? ഇങ്ങനെയല്ല ഞാൻ എഴുതിയത്, ഇങ്ങനെ മാറ്റിയാൽ കറക്റ്റാവും. അത് വലിയൊരു കഴിവാണ്, പരകായപ്രവേശം എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ മുഖതാവിൽ കണ്ടിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ കീഴിലൊക്കെ ഇങ്ങനെ കൂടെ താമസിക്കാനും കൂടെ ഇരിക്കാനും കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവുമോ എപ്പോഴും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ചിലർക്കൊക്കെ ചില സമയത്തൊക്കെ ഉണ്ടാവും. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ കാണാൻ പറ്റുമോ വെച്ചാൽ പറ്റില്ല. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പറയുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ശ്രീകാന്ത് എന്ന് പറയുന്ന കാഞ്ഞങ്ങാട് താമസിക്കുന്ന ഒരാളുണ്ട്. അയാൾ തിരുവനന്തപുരത്തുകാരനാണ്. BSc ബോട്ടണി എങ്ങാണ്ടാണ്. രാജാവിൻ്റെ താവളിയിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ അയാൾ എല്ലാം പരിത്യജിച്ച്, ഞാൻ പയ്യന്നൂർ കാണുന്ന സമയത്ത് ഒരു ചെറിയ മുറിയിൽ ഈ കെറസിൻ്റെ ചെറിയൊരു സ്റ്റൗ വെച്ചിട്ട് സ്വന്തം കഞ്ഞി ഉണ്ടാക്കി കുടിച്ച് കുറേ ബുക്കുകളുണ്ടാവും. ആ ബുക്ക് വായിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് കഴിഞ്ഞിട്ട് ആനന്ദാശ്രമം കാഞ്ഞങ്ങാട് കൊണ്ടുപോയിട്ട് അവിടെ പോയി താമസിച്ചു അയാൾ. അദ്ദേഹം സ്ഥിരമായിട്ട് ഭഗവത്ഗീതയുടെ ജീവാമൃതം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സീരീസ് എഴുതുമായിരുന്നു. ദ ബയോളജിക്കൽ ആസ്പെക്ട്സ് ഇൻ ഭഗവത്ഗീത എന്നായിരുന്നു. നന്നായിട്ട് സ്വന്തം പബ്ലിക്കേഷൻ, ഇൻറ്റഗ്രൽ പബ്ലിക്കേഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര്. പബ്ലിക്കേഷൻസ് ഇപ്പം ജീവിച്ചിരിപ്പില്ല. ആ ആശ്രമത്തിൽ തന്നെയാണ് താമസം. ആശ്രമത്തിലല്ല, അതിൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ വാടകയ്ക്കാണ് താമസം. ഞാൻ പോയി കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെട്ട സമയം പയ്യന്നൂർ വെച്ച് ചെറിയ മുറിയിൽ പരിചയപ്പെട്ട സമയത്ത് ഞാൻ വാസ്തുവിൻ്റെ ഒരു പ്രഭാഷണത്തിന് പോയതാണ്. അത് കഴിഞ്ഞപ്പോൾ വാസ്തുവിൻ്റെ ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, പയ്യന്നൂർ കേശവനാചാരി. അത് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി എന്നെ ശ്രീകാന്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടുത്തെ ഇരുന്ന സമയത്ത് ഞാൻ അന്ന് എഴുതിക്കൊണ്ടിരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്തിട്ടൊരു ബുക്ക് എടുത്തിട്ട് ഇത് തുറന്നാൽ അത് ഇപ്പം നിങ്ങൾ പറഞ്ഞ കാര്യം അതിനകത്ത് കിട്ടും. വലിയ കൂമ്പാരാണ്, നമ്മൾ പ്രതീക്ഷിക്കുകയില്ല. എങ്ങനെ അങ്ങോട്ട് നോക്കാനില്ല, ഇങ്ങനെ തൊട്ടിട്ട് എടുത്തിട്ട് പറയുന്നത് ഇത് വായിച്ചാൽ അത് കിട്ടും. അങ്ങനെ ബുക്ക് വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ മൂകാംബിയെക്കുറിച്ച് ഇങ്ങനൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക, അതിൻ്റെ കവർ പേജ് വേണം. പക്ഷെ അത് ഞാൻ എവിടെയോ കണ്ടൊരു പടം കുറേ കാലമായിട്ട് എനിക്ക് കിട്ടും. ഇങ്ങനെ ബുക്ക് എടുക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബുക്കിന് ആവശ്യമായിട്ടുള്ളൊരു കവർ പേജ് എവിടെയാണ് കണ്ടതെന്ന് അയാൾക്ക് ഓർമ്മയില്ല. അപ്പം ഈ ബുക്കിൽ അല്ലെന്നേ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഗുരുവിൻ്റെ ബ്രദറും എന്നെ കാണാൻ വന്നിടയ്ക്കും. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്, സർ സെയ്ദ് കോളേജിൽ പ്രൊഫസർ KPC. അദ്ദേഹത്തിന് KPC ആണ്. ഇത് അനുജൻ ഭട്ടതിരിപ്പാടാണ്. നാരായണൻ ഭട്ടതിരിപ്പാട് ശ്ലോകം പഠിപ്പിക്കുന്ന ആളാണ്. ഇത് വേറൊരാളാണ്. അപ്പോൾ അദ്ദേഹം KPC. ഞാൻ പറഞ്ഞു, ഈ KPCയുടെ പോക്കറ്റിനകത്ത് പേഴ്സിൻ്റെ ഉള്ളിൽ ആ പടം ഇരിപ്പുണ്ട്, എടുത്തോളാൻ പറഞ്ഞു. നമ്മളൊക്കെ ആദ്യമായിട്ട് കാണാം. അപ്പോൾ ശ്രീകാന്ത് ഇയാൾ ഉടനെ എടുത്തിട്ട് ഇതാണോ ചോദിച്ചു. ഇതാ ഞാൻ ഇത്രയും കാലം തപ്പണ പടം എന്ന് പറഞ്ഞു. മനസ്സിലാവുണ്ടോ? ഇത് ഞാൻ പറഞ്ഞതാണെന്ന് എനിക്ക് ഒരിക്കലും വിശ്വാസമില്ല. ആ ഒരു എൻവറോൺമെൻറ്റിൽ അറിയാണ്ട് നമുക്ക് പറയിപ്പിക്കുന്നതാണ്. കോട്ടറ്റ് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. കുറേ പേരിൽ കാണാൻ പറ്റും. അത് ശരിയാണോ തെറ്റാണോ എന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം നമുക്കത് അനുഭവിക്കാൻ പറ്റുമോ, ഇനി ഇങ്ങനെ എനിക്ക് പറ്റിയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ പോക്കറ്റിലെ സാധനവും പറയാൻ പറ്റുമെന്ന് എനിക്കും പറയാൻ പറ്റില്ല. ആ ഒരു മൊമെൻറ്റിൽ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. സോ ഇറ്റ്സ് നോട്ട് വളരെ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമൊന്നുമല്ല. മജീഷ്യനൊന്നും അല്ലല്ലോ നമ്മൾ. ഹിപ്നോട്ടിസ്റ്റ് അറിയുമെങ്കിലും ഹിപ്നോട്ടിസ്റ്റും അല്ല നമ്മൾ. ചിലപ്പോൾ ചില സംഭവങ്ങളിലൊക്കെ നടക്കും. ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ കേരളത്തിലേ അല്ല. ഒന്നാമത് കേരളത്തിലല്ല. പിന്നെ ഞാൻ എൻ്റെ പരിപാടിയേ അല്ലത്. നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുമല്ല, ഇത് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ആളുമല്ല. എവിടെയൊക്കെയോ അബദ്ധത്തിൽ ഇങ്ങനെ
ഭഗവത്ഗീതയൊക്കെ അറിയാണ്ട് പഠിപ്പിച്ചു പോയി തുടങ്ങി ആരോ പറഞ്ഞു ഇങ്ങനെ വിളിച്ചു പോകുന്നു എന്നല്ലാതെ ആരെങ്കിലും അറിയുന്ന ഒരു കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്ന സംഭവങ്ങളല്ലാതെ മറ്റൊരു കാര്യം. ആ മാത്സും ഫിസിക്സും കെമിസ്ട്രി പഠിപ്പിക്കലാണ് ഏറ്റവും ഇഷ്ടം. അതും +1 +2 പഠിക്കുന്ന കുട്ടികളൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തിക്കാൻ പറ്റിയാൽ അങ്ങനെ കുറേ പേര് പല സ്ഥലത്തും എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ അത് നമുക്ക് പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നു. കുറേ ചോദിച്ച ചോദ്യങ്ങളുണ്ട്, പലയിടത്തുനിന്നും അറിഞ്ഞിട്ടുള്ള. പിന്നെ ഗുരുക്കന്മാരെ അങ്ങനെയൊക്കെ കിട്ടിയതുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ട് അത്രേ ഉള്ളൂ. യതിയൊക്കെ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. യതിയൊക്കെയാണ് നമ്മുടെ യതിയുടെയൊക്കെ ഏകല വിശേഷനാണെന്ന് വേണം പറയാം. അങ്ങനെ കുറേ പഴയ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള പലരെയും ചട്ടമ്പി സ്വാമികളെ കുറിച്ചൊക്കെ ഞാൻ ഇരിങ്ങാലക്കുടയിൽ ഒരു ദിവസത്തെ ഫുൾ പഠനം നടത്താനുള്ള ഒരു കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പഠിക്കാൻ എനിക്ക് ഏറ്റവും നല്ല എളുപ്പം എന്താണ് അല്ലേ? അങ്ങനെ ചിദാനന്ദപുരി, ഗിരീഷ് കുമാർ, അവരൊക്കെ നമ്മൾ ഫോണിൽ വിളിച്ചാൽ നമ്മുടെ വീട്ടിൽ വരും. അങ്ങനെ വന്നിട്ട് ഒരു ദിവസം ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അന്ന് ഒരു 10-30 ചെറിയ കുട്ടികൾക്ക് ഉള്ളൊരു ക്യാമ്പായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ഈ കോൺഫറൻസിൽ പറയുന്ന സംഭവങ്ങളൊക്കെ എഴുതി ഡോക്യുമെൻ്റ് ചെയ്യലാണ് നിങ്ങളുടെ പണി. അങ്ങനെ നല്ല ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. അപ്പോൾ അവരെല്ലാവരും എഴുതുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ അടുത്ത ജനറേഷൻസിലേക്ക് എന്തെങ്കിലുമൊക്കെ പകർന്നു കൊടുക്കാൻ പറ്റുന്നൊരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ അത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അത് ചെയ്തത്. കാരണം ഞാൻ 10 കൊല്ലം വരുമ്പോഴുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ. 10 കൊല്ലം മുമ്പാണെങ്കിൽ ഈ ഹാള് ഫുൾ. അന്നൊക്കെ ഞാൻ പണ്ട് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ചെയർ ഇട്ടിട്ട് ആൾക്കാർ ഇരിക്കുമായിരുന്നു, പ്ലാസ്റ്റിക് ചെയർ. അങ്ങനെ നിറഞ്ഞ സദസ്സ് ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പോൾ മാനേജ്മെന്റിന് പോലും താല്പര്യമില്ല, ടീച്ചേഴ്സിന് പോലും താല്പര്യമില്ല. കണ്ടില്ലേ? അല്ല, അതെന്തുകൊണ്ടാ വെച്ചാൽ ആ മാനേജ്മെന്റ് പറഞ്ഞാൽ ടീച്ചേഴ്സ് കേൾക്കുന്ന സ്വഭാവം ഉണ്ടായാലേ, ടീച്ചേഴ്സ് പറഞ്ഞാൽ അവരുടെ പിള്ളേർ കേട്ടാലേ അവരുടെ പാരൻസ് വരും. അല്ല, എത്ര നല്ല ഫെസിലിറ്റി, അതും ഭക്ഷണമുണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്, എല്ലാം ഉള്ള സ്ഥലമല്ലേ. അല്ല, ഞാൻ ഇവിടെ അങ്ങനെ കുറേ ചോദ്യങ്ങളും കണ്ടീഷൻസും ക്വസ്റ്റ്യനും ഒന്നും ഇല്ലാണ്ടിരിക്കാൻ കാരണം പണ്ട് വന്ന സ്ഥലവും വലിയൊരു എക്സ്പീരിയൻസ് ഉള്ളതാകുമ്പോൾ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അങ്ങനെയാണ്. പിന്നെ അതിനിടയിലാണ് ഈ ചിലർക്കൊക്കെ എന്നെ കാണണം എന്നൊരാഗ്രഹമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പറ്റിയൊരു സ്ഥലമാണല്ലോ. കാരണം അല്ലെങ്കിൽ ഞാൻ കണ്ണൂരല്ലേ നടത്തേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എസ് എന്ന് പറഞ്ഞത്. ചോദിച്ചു. അതെ, അല്ലെങ്കിൽ ഇന്നലെ കറക്റ്റ് ആരോ മരിച്ചു, വർക്കിംഗ് ഡേ ആണ്, സാറ്റർഡേ സൺഡേ. ഇന്നലെ ചില ടീച്ചേഴ്സൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തു. മിഞ്ഞാന്ന് ടീച്ചേഴ്സ് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തല്ലോ, വരണമെന്നുണ്ട്. അപ്പോൾ അവർ 3-4 ടീച്ചേഴ്സിനോട് വിളിച്ചു ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും വേണ്ട. അതുപോലെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ടീച്ചേഴ്സിനോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിരിക്കും എല്ലാവരും അറ്റൻഡ് ചെയ്യണം. എല്ലാവരും അറ്റൻഡ് ചെയ്തേനെ. പക്ഷെ ഇത് അങ്ങനെ പറഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അതുപോലെ സ്റ്റുഡൻസ് കുറേ പേര്, ഇപ്പോൾ ഈ 2 മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവരുടെ ബാച്ചിൽ കുറേ പേര് അറ്റൻഡ് ചെയ്തതല്ലേ. താല്പര്യം വേണം, അത്രേ ഉള്ളൂ. നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ മൈസൂരൊക്കെ പോയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഒരു പ്രോഗ്രാമിന്. ഹൈദരാബാദിൽ നിന്നൊക്കെ മൈസൂർ എത്തിയിട്ട് വലിയതായിട്ട് പ്രോഗ്രാമൊക്കെ അറിഞ്ഞു, ഒരാളുമില്ല. അതേ സമയത്ത് അതിനു മുമ്പ് വാസ്തു എന്നങ്ങാണ്ട് പറഞ്ഞൊരു പ്രോഗ്രാം നടന്ന സമയത്ത് ജനലിൻ്റെ പുറത്തൊക്കെ തുറന്നിട്ടിട്ട് ഇങ്ങനെ നിൽക്കണ്ടിരിക്കും ആൾക്കാർ. മനസ്സിലായോ? ജനൽ തുറന്നിട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം അവരിങ്ങനെ എത്തി നോക്കേണ്ട ക്ലാസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അത് ഇന്നലെ ഈ പിള്ളേരുടെയൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് IAS താല്പര്യമൊക്കെയുള്ളവരുടെ ഒരു ഗ്രൂപ്പ്, മാത്സ് താല്പര്യമുള്ളവരൊരു ഗ്രൂപ്പ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് താല്പര്യമുള്ളൊരു ഗ്രൂപ്പ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഫുൾ ആളാണ്. എന്നാൽ അതെന്താണെന്ന് അറിയോ? അതൊന്നും അറിയില്ല. അപ്പോൾ ആ വാക്ക് കേൾക്കുമ്പോഴുള്ളൊരു താല്പര്യം ഉണ്ടല്ലോ, അതിനകത്തേക്ക് ചാടിപ്പോ.
എ ഐ എല്ലാവർക്കും താല്പര്യം. എന്താ ഇപ്പം എ ഐ അതൊന്നും നമുക്കറിയില്ല അല്ലേ? അത് കോൺടെക്സ്റ്റിൽ പറയുന്നതാണ് ഈ എയും IKS ഇന്ത്യൻ നോളജ് സിസ്റ്റവും തമ്മിലൊരു അതിന് പോസിബിലിറ്റീസ്. അല്ല, ഞാൻ IKS ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ്, അതിനൊന്നും ആരുമില്ല. ഞാൻ ഇന്ത്യൻ നോളജ് IKS ഡോക്ടർ TPS നടിച്ചു നോക്ക്, ഇഷ്ടംപോലെ പ്രഭാഷണം നടത്തിയിട്ടുള്ള ആളാണ്. AI നടിച്ചു നോക്ക്, അതിനും പ്രഭാഷണം നടത്തിയിട്ടും ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാൻ. AI അപ്ലിക്കേഷൻസിന് ചില സംഭവങ്ങളിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്, നല്ലപോലെ യൂസ് ചെയ്യുന്നതാണ്. അല്ല, നമുക്ക് പലതും അതിൻ്റെ സിന്തസിസ് ഞാനിപ്പോൾ കാണിച്ചു തരാം, വേണമെങ്കിൽ പറയല്ല, കാണിച്ചു തരാം. हमारे ग्रुप में वो स्टोरीज ഇപ്പം നമ്മൾ പഴയ കഥകൾ അല്ലെങ്കിൽ ഈ इसमें है हाँ वो टेम्पल्स का पूरा AI का बनाया ना ये नहीं वो भी ഇതിപ്പം ഞാനും കഥ പറയുന്നൊരു സ്റ്റോറി, നമ്മൾ രണ്ടാളിരുന്ന് കഥ പറയാം. അത് ഈ പടം ഉണ്ടാക്കിയത് AI ആണ്. ഓക്കെ, വീഡിയോ നമുക്കിപ്പോൾ അറിയില്ലല്ലോ എങ്ങനെയാണ് ശ്രീരംഗം ക്ഷേത്രം ഉണ്ടാക്കിയത്, എങ്ങനെയാണ് അറിയോ? അത് വീഡിയോ കാണും. അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ IKS എന്ന് പറയുന്ന നോളജാണ്. ആ നോളജിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. എല്ലാ സംഭവങ്ങളും നമുക്ക് എന്തു വേണോ, നമ്മുടെ എബിലിറ്റി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ ഡെമോൺസ്ട്രേറ്റ് ഒരു ടൂളാണ്, അത് അറിവല്ല. വിഷ്വലൈസേഷനും നോളജ് ഡീപ്പായിട്ട് ഇപ്പം ഇൻ്റർനെറ്റിൽ പല സ്ഥലത്തും നോളജ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് തപ്പി കണ്ടുപിടിക്കണം, കുറേ സമയം എടുക്കും. ഉടനെ നമ്മൾ കയ്യിൽ കിട്ടുമല്ലോ. അത് മാത്രമല്ല, ഇപ്പം ഞാനിപ്പം ഇത് ഉപയോഗിക്കുന്ന കണ്ണട മെറ്റാ ഗ്ലാസ്സാണ്. സോ ഐ ക്യാൻ സ്വിച്ച് ഇറ്റ് ഓൺ. എന്നിട്ട് എന്ത് ചെയ്യാം? ഓക്കെ, ഓണായിട്ടില്ല. ഓണാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്നോട് ഓണായി എന്ന് പറയും, റെഡിയായി എന്ന് പറയും. ഓക്കെ, ആ റെഡിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ടേക്ക് എ വീഡിയോ. ഇപ്പോൾ വീഡിയോ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നില്ലേ? ഐ ആം റെക്കോർഡിങ് ഓൺ ദിസ്. മനസ്സിലാവുണ്ടോ?